ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 15ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 351. വസ്ത്ര ലേബലുകളുടെ പ്രധാന ഉദ്ദേശം എന്താണ്? അതായത് ഗാർമെൻറ്റ് ലേബൽസ് പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ബോത്ത് A ആൻഡ് B ആണ് വരുന്നത്. അതായത് നോക്കാം നമുക്ക്. എന്താണ് ഗാർമെന്റ് ലേബൽ എന്ന് പറയുന്നത്? ഒരു വസ്ത്രത്തിൽ തുന്നിച്ചേർക്കുന്ന ഒരു ടാഗ് ആണ് അല്ലെ. ഈ ലേബലിൽ സാധാരണയായി കാണുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ ഘടന, അതായത് 100% കോട്ടൺ ആണോ അല്ലെങ്കിൽ പോളിസ്റ്റർ ആണോ എന്നുള്ള ഇത്, പിന്നെ കഴുകുന്ന വിധം അല്ലെങ്കിൽ കെയർ ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, മെഷീൻ വാഷ് ആണോ, ഹോട്ട് വാട്ടറിലാണോ, തണുത്ത വെള്ളത്തിലാണോ, ഡ്രൈ ക്ലീനിങ് ആണോ, അങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ. അതുപോലെ തന്നെ വലുപ്പം, ഗാർമെന്റിന്റെ സൈസ് XL ആണോ, ലാർജ് ആണോ, മീഡിയം ആണോ എന്നുള്ളത്. ഇനി നിർമ്മാതാവിൻ്റെ പേര്, അതായത് ബ്രാൻഡ്, മാനുഫാക്ചറർ, ബ്രാൻഡിൻ്റെ പേരോ മാനുഫാക്ചറിൻ്റെ ലോഗോയോ കാര്യങ്ങളോ ഉണ്ടാവും. ഇനി നിയമപ്രകാരം നൽകേണ്ട നിർബന്ധിതമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ലേബലിൽ ഉണ്ടാവുന്ന, അതായത് അതിനാൽ ലേബലിൽ ഉണ്ടാവുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലേബലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ ഉള്ളടക്കം കസ്റ്റമറെ അറിയിക്കലും അതുപോലെ തന്നെ നിയമപരമായി ഉള്ള നിയമപരമായി ആവശ്യമായ വിവരങ്ങൾ അതിനകത്ത് നൽകലുമാണ്. അപ്പോൾ സോ ബോത്ത് A ആൻഡ് B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 352ാമത്തെ ക്വസ്റ്റ്യൻ. ഫാബ്രിക് ഉപരിതലം ഉയർത്താൻ ഉപയോഗിക്കുന്ന ഫിനിഷ് ഏതാണ്? അതായത് ഫാബ്രിക്കിന്റെ ഉപരിതലത്തിൽ മൃദുവായ രോമം പോലെയുള്ള റേസ്ഡ് സർഫേസ് രൂപം നൽകാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫിനിഷ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? നാപ്പിംഗ് ആണ്. നാപ്പിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ സർഫേസിലെ നാരുകൾ ഒരു പ്രത്യേക മെഷീൻ അല്ലെങ്കിൽ യന്ത്രം ഉപയോഗിച്ചിട്ട് ഉയർത്തി മൃദുവായ രോമം പോലെയുള്ള ഒരു പാളി ഉണ്ടാക്കുന്ന ഫിനിഷിംഗ് പ്രക്രിയയാണ്. കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടും, ചൂട് നിലനിർത്താനുള്ള കഴിവ് കൂടും, അതുപോലെ തന്നെ നമുക്ക് ടെക്സ്ചർ നല്ല നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഫ്ലാനൽ, ബ്ലാങ്കറ്റ്, ഫ്ലീസ് പോലെയുള്ള തുണിത്തരങ്ങളൊക്കെയാണ് ഈ ഫിനിഷ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ബ്ലീച്ചിങ്, വെറ്റിംഗ്, സ്ട്രെച്ചിങ് അല്ലേ. ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കിന്റെ സ്വാഭാവികമായുള്ള നിറം നീക്കം ചെയ്ത് വെളുപ്പിക്കുന്ന പ്രക്രിയയാണ്. വെറ്റിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക് നനയ്ക്കുന്ന പ്രക്രിയയാണ്. സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഫാബ്രിക്കിനെ വലിച്ച് ശരിയായ അളവിലാക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 353. സ്റ്റെയിൻ എത്രയും വേഗം നീക്കം ചെയ്യണം? അത് ഡാഷ് ആകുമ്പോൾ. അതായത് ഒരു തുണിയിൽ സ്റ്റെയിൻ വീണാൽ അത് എപ്പോൾ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ്? ഫ്രഷ് ആയിരിക്കും, അതായത് പുതിയതായിരിക്കും. ഓപ്ഷൻ B പുതിയതാണ് ആൻസറായി വരുന്നത്. ഒരു സ്റ്റെയിൻ വീണാൽ ഉടനെ തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ. അല്ലെങ്കിൽ കാരണം എന്താണ്? പുതിയ സ്റ്റെയിൻ ഫാബ്രിക്കിന്റെ നാരുകളിൽ ആഴത്തിൽ പിടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ സമയം വൈകും തോറും അത് ഉണങ്ങി നാരുകളിൽ ഉറച്ചു പിടിക്കും. അപ്പോൾ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഫ്രഷ് സ്റ്റെയിൻ ആണ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. 354. കൂടുതൽ ശക്തിക്കായി കട്ടിയുള്ള നൂല് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സെൽവെഡ്ജ് ഏത്? കൂടുതൽ ഫാബ്രിക്കിന്റെ അരികുകൾ കൂടുതൽ ശക്തമാക്കാൻ കട്ടിയുള്ള നൂല് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സെൽവെഡ്ജ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ B ആണ്. ടേപ്പ് സെൽവെഡ്ജ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെൽവെഡ്ജ് എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ ഇരുവശങ്ങളിലുമുള്ള ഉറപ്പുള്ള അല്ലെങ്കിൽ അടുപ്പിച്ച് വീവ് ചെയ്തിട്ടുള്ള അരികിനെയാണ് പറയുന്നത്. ഫാബ്രിക്കിന്റെ നൂല് അഴിഞ്ഞു പോകാതിരിക്കാനും അതിന്റെ ആ ടെക്സ്ചർ, ആ സ്ട്രക്ചർ നിലനിർത്താനുമാണ് നമ്മളെ സഹായിക്കുന്നത്. ടേപ്പ് സെൽവെഡ്ജ് എന്ന് പറയുന്നത് കൂടുതൽ കട്ടിയുള്ള, കൂടുതൽ ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള നൂല് ഉപയോഗിച്ചിട്ട് ആ ഭാഗം വീവ് ചെയ്തെടുക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പ്ലെയിൻ സെൽവെഡ്ജ്, സ്പ്ലിറ്റ് സെൽവെഡ്ജ്, ഫ്യൂസ്ഡ് സെൽവെഡ്ജ്. പ്ലെയിൻ സെൽവെഡ്ജ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നിർമ്മിക്കുന്ന സെൽവെഡ്ജ് ആണ്. സ്പ്ലിറ്റ് സെൽവെഡ്ജ് എന്ന് പറഞ്ഞാൽ സെൽവെഡ്ജിന്റെ ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ പ്രത്യേക രൂപമാണ്. ഫ്യൂസ്ഡ് സെൽവെഡ്ജ് എന്ന് പറഞ്ഞാൽ ചൂട് ഉപയോഗിച്ച് സിന്തറ്റിക് ഫാബ്രിക്കിന്റെ അരിക് ഒട്ടിക്കുന്ന രീതിയാണ് പറയുന്നത്. ഇനി 355ാമത്തെ ക്വസ്റ്റ്യൻ. സിൽക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സിൽക്ക് ഫൈബർ ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ B കൊക്കൂൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിൽക്ക് ഒരു പ്രകൃതിദത്ത നാച്ചുറൽ പ്രോട്ടീൻ ഫൈബർ ആണിത്. സിൽക്ക് പുഴുവിന്റെ അല്ലെങ്കിൽ സിൽക്ക് പുഴു നെയ്യുന്ന കൊക്കൂണിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. സിൽക്ക് പുഴു തന്റെ ശരീരത്തിൽ നിന്ന് വളരെ നേർത്ത ഒരു നൂൽ പുറത്തുവിട്ട് കൊക്കൂൺ നിർമ്മിക്കുന്നു. ഈ കൊക്കൂണിൽ നിന്ന് തുടർച്ചയായ സിൽക്ക് നൂൽ എടുത്താണ് സിൽക്ക് ഫാബ്രിക് നമ്മൾ നിർമ്മിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിൽക്ക് ഏതാണ്? മൾബറി സിൽക്ക് ആണ്. ബാക്കിയുള്ള ഏതാണ്? ആട്, ജ്യൂട്ട്, കോട്ടൺ. ആട് എന്താണ്? നമുക്ക് വൂളാണ് കിട്ടുന്നത്. ജ്യൂട്ട് എന്താണ്? ജൂട്ട് പ്ലാന്റിൽ നിന്ന് നമുക്ക് ജ്യൂട്ട് കിട്ടുന്നു.
കോട്ടൺ നമുക്ക് കോട്ടൺ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നു. 356ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിന്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ വീവ് ഏതാണ്? പ്രിന്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ തുണിയിലെ വ്യക്തവും മനോഹരവുമായി പ്രിന്റ് ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ വീവ് ഏതാണ്? പ്ലെയിൻ വീവാണ് അല്ലേ. പ്ലെയിൻ വീവ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് പ്ലെയിൻ വീവ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഉപയോഗിക്കുന്ന വീവാണ്. ഇതിൽ വാർപ്പ് നൂലും വെഫ്റ്റ് നൂലും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇന്റർലേസ് ആയിട്ടാണ് നമുക്ക് ഈ വീവ് കിട്ടുന്നത്. ഈ വീവിന്റെ സർഫേസ് എന്ന് പറയുന്നത് പരന്നതും അതുപോലെ തന്നെ ഈവൻ സർഫേസ് ആണ് അല്ലെ, തുല്യമായിട്ട് ഈവൻ ആയിട്ട്. അതുകൊണ്ട് തന്നെ പ്രിന്റിങ് ചെയ്യുമ്പോൾ നിറം ഒരുപോലെ പിടിക്കുകയും അതുപോലെ തന്നെ ഡിസൈൻ വ്യക്തമായി ലഭിക്കുകയും നമുക്ക് ചെയ്യും. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ ബാസ്ക്കറ്റ് വീവ് എന്ന് പറയുന്നത് പ്ലെയിൻ വീവിന്റെ ഒരു വകഭേദമാണ്. അതുപോലെ തന്നെ എന്താണ് സാറ്റിൻ വീവ് എന്ന് പറയുന്നത് എന്താണ്? സർഫേസ് സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ മിനുസവും വളരെ തിളക്കവുമുള്ളതായിട്ടുള്ള ഒരു വീവാണ്. അതുപോലെ തന്നെ ട്വിൽ വീവ് എന്ന് പറയുന്നത് എന്താണ്? ചെരിഞ്ഞ ഡയഗണൽ വരകളുള്ള, നമുക്ക് ഡയഗണൽ റിബ്സ് കിട്ടുന്ന ഒരു വീവാണ്. അപ്പം ഇതൊന്നല്ല ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 357, വൂൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? വൂൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. എന്താണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്? മോത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വൂൾ എന്ന് പറയുന്നത് നമുക്ക് മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രകൃതിദത്ത നാച്ചുറൽ ഫൈബർ ആണ്, അനിമൽ ഫൈബർ ആണ്. വൂള് ലഭിക്കുന്ന പ്രധാന മൃഗങ്ങൾ എന്ന് പറയുന്നത് ഷീപ്പ്, ലാമ, അൽപ്പാക്ക, ക്യാമൽ, കാശ്മീർ ആട്, അങ്കോര റാബിറ്റിൽ നിന്നൊക്കെയാണ് നമുക്ക് വൂള് കിട്ടുന്നത്. എന്നാൽ മോത്ത് എന്ന് പറയുന്നൊരു പ്രാണിയാണ്, അതിൽ നിന്ന് നമുക്ക് വൂള് ലഭിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 358, വസ്ത്രത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ അനുപാത ബന്ധം എന്ത്? ഒരു വസ്ത്രത്തിലെ വിവിധ ഭാഗങ്ങളുടെ പാർട്സ് ഓഫ് എ ഗാർമെന്റ് വലിപ്പവും അളവുകളും പരസ്പരം യോജിച്ചിരിക്കുന്ന ബന്ധത്തെ എന്താണ് വിളിക്കുന്നത്? അനുപാത ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം യോജിച്ചിരിക്കുന്ന ബന്ധത്തെ എന്താണ് വിളിക്കുന്നത്? പ്രപ്പോർഷൻ എന്നാണ് വിളിക്കുന്നത്. പ്രപ്പോർഷൻ. ഇത് എലമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പേരാണ് അല്ലെ. പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ഡിസൈനിന്റെ വിവിധ ഭാഗങ്ങളുടെ വലുപ്പവും അളവുകളും തമ്മിലുള്ള ശരിയായ അനുപാതത്തിനെയാണ് നമ്മൾ പറയുന്നത്. സൈസിന്റെയും ഡയമെൻഷൻസിന്റെയും തമ്മിലുള്ള അനുപാത ബന്ധത്തിനെയാണ് പറയുന്നത്. ഇപ്പൊ സ്ലീവിന്റെ നീളം വസ്ത്രത്തിന്റെ നീളത്തിന് യോജിച്ചിരിക്കണം, കോളറിന്റെ വലുപ്പം കഴുത്തിന്റെ വലുപ്പത്തിന് അനുയോജ്യമായിരിക്കണം, പോക്കറ്റിന്റെ വലുപ്പം വസ്ത്രത്തിന്റെ വലുപ്പത്തിന് അനുസരിച്ചിരിക്കണം. ഇതുപോലെയൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പറയുന്ന അനുപാതം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഋതം എന്ന് പറയുന്ന ഡിസൈനിൽ, ഇപ്പം നമുക്കൊരു ഡിസൈനിൽ കണ്ണിനെ നമ്മുടെ കണ്ണിനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നയിക്കുന്ന അല്ലെങ്കിൽ മൂവ്മെന്റ് നയിക്കുന്ന അതിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ചലനം, ദൃശ്യ ചലനമാണ്. അതായത് ഡിസൈനിൽ കണ്ണിനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നയിക്കുന്ന ദൃശ്യ ചലനമാണ് നമ്മൾ ഋതം എന്ന് പറയുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ആകൃതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഹാർമണി എന്ന് പറയുന്നത് ഡിസൈനിലെ എല്ലാ ഘടകങ്ങളും യോജിച്ച് മനോഹരമായി കാണപ്പെടുന്നതാണ് ഹാർമണി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 359, വസ്ത്രത്തിന്റെ സ്പർശം, രൂപം, ചലനം നിർണ്ണയിക്കുന്ന ഗുണം ഏത്? അതായത് ഒരു ഫാബ്രിക്കിന്റെ സ്പർശം, രൂപഭംഗി, ചലനം എന്താണ്? ടച്ച്, അപ്പിയറൻസ്, ഡ്രേപ്പ് ഓർ മൂവ്മെന്റ് എന്നിവയെ പ്രധാനമായും നിർണ്ണയിക്കുന്ന ഗുണം എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ്? ടെക്സ്ചർ ആണ് വരുന്നത്. ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കിന്റെ ഉപരിതലത്തിന്റെ സ്പർശന ഗുണം അല്ലെങ്കിൽ സർഫേസ് ഫീലാണ് നമ്മൾ, അല്ലെങ്കിൽ കാഴ്ചയിൽ തോന്നുന്ന സ്വഭാവമാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതായത് ഒരു ഫാബ്രിക് മൃദുവാണോ അല്ലെങ്കിൽ പരുപരുത്തതാണോ, മിനുസമുള്ളതാണോ, കട്ടിയുള്ളതാണോ എന്നൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂടാതെ ഫാബ്രിക്കിന്റെ രൂപഭംഗി, ശരീരത്തിന് എങ്ങനെ അത് ഡ്രേപ്പ് അല്ലെങ്കിൽ ഫോൾ, അതെങ്ങനെയാണ് വീഴുന്നത് താഴേക്ക് എന്നതിനും നമുക്ക് ടെക്സ്ചറിന് വലിയൊരു ടെക്സ്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഉദാഹരണത്തിന് സിൽക്ക് ആണെങ്കിൽ മിനുസമുള്ള ടെക്സ്ചറാണ്, മനോഹരമായി ഒഴുകി ഇങ്ങനെ വീഴും. ഡെനിം ആണെങ്കിൽ കട്ടിയുള്ളതാണ്, കുറച്ച് കട്ടിയായിട്ടാണ് നിൽക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഷേപ്പ്, വീവ്, ക്രിമ്പ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫാബ്രിക്കിന്റെ വസ്ത്രത്തിന്റെ ആകൃതിയാണ് പറയുന്നത്. വീവ് എന്ന് പറഞ്ഞാൽ നൂലുകൾ ഇഴചേർന്ന് നമ്മൾ തുണി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നൂലുകൾ ഇഴചേർന്നിരിക്കുന്ന രീതിയാണ് പറയുന്നത്. ക്രിമ്പ് എന്ന് പറയുന്നത് എന്താണ്? നാരുകളിലോ നൂലുകളിലോ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള വളവിനെയാണ് വേവിനെസിനെയാണ് നമ്മൾ ക്രിമ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 360, ലൂമിൽ നിന്ന്
വെച്ച് ഫിനിഷിങ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫാബ്രിക് എന്താണ് വിളിക്കുന്നത്? ലൂമിൽ നെയ്തെടുത്ത ശേഷം ഇതുവരെ യാതൊരു ഫിനിഷിങ്ങും പ്രക്രിയയും നടത്തിയിട്ടില്ലാത്ത ഫാബ്രിക്കിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഗ്രേ ഗുഡ്സ് എന്നാണ് പറയുന്നത് അല്ലെ. ഗ്രേ ഗുഡ്സ് എന്ന് പറയുന്നത് ലൂമിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന, ഇതുവരെ സ്കാറിംഗ്, ബ്ലീച്ചിങ്, ഡൈയിങ്, പ്രിന്റിംഗ്, ഫിനിഷിംഗ് തുടങ്ങിയ യാതൊരു പ്രക്രിയയും ചെയ്തിട്ടില്ലാത്ത അൺഫിനിഷ്ഡ് ആയിട്ടുള്ള, അതായത് അസംസ്കൃത ഫാബ്രിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേ ഗുഡ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. മേഴ്സറൈസ്ഡ്, ബ്ലീച്ച്ഡ്, ടെക്സ്ചേർഡ്. മേഴ്സറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ ഫാബ്രിക്കിന് തിളക്കം, ശക്തിയും ആഗിരണശേഷിയും വർദ്ധിപ്പിക്കുന്ന ഒരു ഫിനിഷിംഗ് പ്രക്രിയയാണ് മേഴ്സറൈസ്ഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേഴ്സറൈസ്ഡ് കോട്ടൺ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ചെയ്തിട്ടുള്ളത്. ബ്ലീച്ച്ഡ് എന്ന് പറഞ്ഞാൽ വെളുപ്പിച്ച, അല്ലെങ്കിൽ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെളുപ്പിക്കുന്ന പ്രക്രിയ കഴിഞ്ഞ ഫാബ്രിക് ആണ് ബ്ലീച്ച്ഡ് ഫാബ്രിക്. ടെക്സ്ചേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഉപരിതലമുള്ള അല്ലെങ്കിൽ ഉപരിതല രൂപമുള്ള ഫാബ്രിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 363. ഉൽപ്പന്ന വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ചേർന്നത് എന്താണ്? അതായത് ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നതിനും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനുമായി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെയും ആകെ പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ്? പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം, വില നിശ്ചയിക്കൽ, വിൽപ്പന, വിതരണം, പ്രൊമോഷൻ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെ നടത്തണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. എന്ത് ഉൽപ്പന്നം നിർമ്മിക്കണം, എത്ര എണ്ണം നിർമ്മിക്കണം, എപ്പോൾ വിപണിയിൽ എത്തിക്കണം, എങ്ങനെ വിൽക്കണം, അല്ലെങ്കിൽ എന്ത് വില നിശ്ചയിക്കണം, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റിംഗ്, മെർച്ചൻഡൈസിങ്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ വിപണിയെയും ഉപഭോക്താക്കളെയും കുറിച്ച് പഠിക്കുന്ന പ്രക്രിയയാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിന്റെ പ്രചാരണവും വിൽപ്പനയും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. മെർച്ചൻഡൈസിങ് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിന്റെ വികസനം, വാങ്ങൽ, പ്രദർശനം അല്ലെങ്കിൽ വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയാണ് പറയുന്നത്. 362ാമത്തെ ക്വസ്റ്റ്യൻ. നൈലോൺ ഫാബ്രിക്കിന്റെ അബ്സോർബൻസി അല്ലെങ്കിൽ അബ്സോർബേഷൻ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫിനിഷ് ഏതാണ്? നൈലോൺ ഫാബ്രിക്കിന്റെ അബ്സോർബേഷൻ വർദ്ധിപ്പിക്കാൻ, നൈലോൺ ഫാബ്രിക്കിന്റെ ഈർപ്പം ആഗിരണം ചെയ്യുന്ന കഴിവ്, അതാണ് അബ്സോർബൻസി. ഇത് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക ഫിനിഷിംഗ് പ്രക്രിയയാണ് നൈലോണൈസിങ്. നൈലോൺ സ്വാഭാവികമായി വെള്ളം കുറച്ച് മാത്രം അബ്സോർബ് ചെയ്യുന്ന ഒരു സിന്തറ്റിക് ഫൈബർ ആണ്. ലോ അബ്സോർബൻസി ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അബ്സോർബൻസി വർദ്ധിപ്പിക്കാൻ നടത്തുന്ന പ്രത്യേക ഫിനിഷിംഗ് പ്രക്രിയയാണ് നൈലോണൈസിങ് എന്ന് പറയുന്നത്. ഈ പ്രക്രിയയിലൂടെ നമ്മൾ എന്താണ്? ഈർപ്പം ആഗിരണം ചെയ്യുന്ന കഴിവ് വർദ്ധിപ്പിക്കുന്നു, ധരിക്കുമ്പോൾ കൂടുതൽ സൗകര്യം ലഭിക്കുന്നു, ഫാബ്രിക്കിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? എംബോസിംഗ്, മെർസറൈസേഷൻ, മോൾഡിംഗ്. എംബോസിംഗ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിന്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സർഫേസിൽ ഉയർന്ന റേസ്ഡ് ഡിസൈൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫിനിഷിങ്ങിനെയാണ് പറയുന്നത്. മെർസറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ ഫാബ്രിക്കിൽ മാത്രം ചെയ്യുന്ന ഫിനിഷാണ്. ഇതെന്താണ്? തിളക്കവും ശക്തിയും ഡൈ അബ്സോർബൻസിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മോൾഡിംഗ് എന്ന് പറയുന്നത് ചൂടും മർദ്ദവും ഉപയോഗിച്ചിട്ട് ഫാബ്രിക്കിന് സ്ഥിരമായ ഒരു ആകൃതി നൽകുന്ന, മോൾഡ് ചെയ്ത് ഒരു ആകൃതി നൽകുന്ന പ്രക്രിയയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 363. ഉയർന്ന ഡീനിയർ കൗണ്ട് ഫാബ്രിക്കിന് നൽകുന്നത് എന്താണ്? ഉയർന്ന ഡീനിയർ കൗണ്ട് ഫാബ്രിക്കിന് നൽകുന്നത് എന്താണ്? ഒരു ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്ന നൂലിന്റെ ഡീനിയർ കൗണ്ട് ഉയർന്നാൽ പ്രധാനമായും ലഭിക്കുന്ന ഗുണം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ഉത്തരം ശക്തി, സ്ട്രെങ്ത് ആണ്. ഡീനിയർ എന്ന് പറയുന്നത് ഫിലമെന്റ് നൂലിന്റെ കനവും തിക്നെസ്, ഭാരവും സൂചിപ്പിക്കുന്ന ഒരു അളവുകോലാണ് അല്ലെ. 9000 മീറ്റർ നൂലിന്റെ ഗ്രാം ഭാരത്തെയാണ് ഡീനിയർ എന്ന് പറയുന്നത്. 9000 മീറ്റർ നൂലിന്റെ ഗ്രാം ഭാരത്തെയാണ് നമ്മൾ ഡീനിയർ എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞ ഡീനിയർ ഉള്ളത് നേർത്ത നൂലായിരിക്കും, ഉയർന്ന ഡീനിയർ ഉള്ളത് കട്ടിയുള്ള നൂലായിരിക്കും. ഡീനിയർ കൗണ്ട് ഉയരുമ്പോൾ നൂലെന്താണ്? കൂടുതൽ കട്ടിയുള്ളതും ശക്തിയുള്ളതുമാവും. അതുകൊണ്ട് തന്നെ അത്തരം നൂൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫാബ്രിക്കിനും കൂടുതൽ സ്ട്രെങ്ത് അഥവാ ശക്തി ലഭിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഇലാസ്റ്റിസിറ്റി, ക്രിംപ്, ലസ്ചർ. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഡീനിയർ കൂട്ടുന്നത് കൊണ്ട് ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കണം എന്നില്ല, അത് ഫൈബറിന്റെ സ്വഭാവത്തെ ബേസ് ചെയ്തിട്ടാണ്. ക്രിംപ് എന്ന് പറയുന്നത് എന്താണ്? ക്രിംപ് എന്ന് പറയുന്നത് നാരിലോ നൂലിലോ ഉള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു വേവിനെസ് ആണ്, വളവിനെയാണ് പറയുന്നത്. ലസ്ചർ എന്ന് പറയുന്നത് തിളക്കം, പ്രധാനമായും ഫൈബറിന്റെ സ്വാഭാവിക ഫിനിഷിംഗ് ആശ്രയിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും ഡീനിയർ കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നില്ല. 364ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈബർ പൊട്ടാതെ വളയാനുള്ള കഴിവ് എന്താണ്? ഒരു ഫൈബർ പൊട്ടാതെ വിത്തൗട്ട് ബ്രേക്കിംഗ് വളയാൻ, ബെൻഡ് ചെയ്യാൻ കഴിയുന്ന കഴിവിനെ എന്താണ് വിളിക്കുന്നത്? ഫ്ലെക്സിബിലിറ്റി അല്ലെ. ഓപ്ഷൻസിലെ ഫ്ലെക്സിബിലിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫൈബർ പൊട്ടാതെ വളയാനുള്ള കഴിവിനെയാണ്
പറയുന്നത് ആദ്യം അതല്ല, ഒരു ഫൈബറിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, എളുപ്പത്തിൽ പൊട്ടില്ല, വളച്ചാലും പൊട്ടാതെ നിലനിൽക്കും, വസ്ത്രം ധരിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും, നൂൽ നിർമ്മാണത്തിൽ സ്പിന്നിങ് പ്രോസസ്സിലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഉദാഹരണത്തിന് കോട്ടൺ, വൂൾ തുടങ്ങിയ ഫൈബറുകൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവ ഉപയോഗിച്ച് എളുപ്പത്തിൽ നൂല് നിർമ്മിക്കാനായിട്ട് കഴിയും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്, സ്പിന്നിങ് ക്വാളിറ്റി, ടെനസിറ്റി, ബ്രേക്കിംഗ് സ്ട്രെങ്ത്. സ്പിന്നിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഫൈബർ നൂലാക്കാൻ ഉള്ള അനുയോജ്യതയാണ്, എത്രത്തോളം സ്യൂട്ടബിൾ ആണ് അത് നൂലാക്കാൻ എന്നുള്ളതിനെയാണ് പറയുന്നത്. ടെനസിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചാൽ പൊട്ടാതെ നിൽക്കാനുള്ള ശക്തിയാണ്, വലിച്ചു നീട്ടൽ ശക്തി, സ്ട്രെങ്ത് ആണ്, അല്ലാതെ വളയാനുള്ള കഴിവല്ല. ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഫൈബർ പൊട്ടുന്നതിന് മുമ്പ് എത്രത്തോളം ബലമാണത് താങ്ങുന്നത്, അതാണ് ബ്രേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 365. നോൺ വോവൻ ഫാബ്രിക് നിർമ്മിക്കുന്നത് ഏത് പ്രക്രിയയിലൂടെ? എന്താണ്, നൂല് നെയ്യുകയോ നിറ്റ് ചെയ്യുകയോ ചെയ്യാതെ ഫൈബറുകൾ നേരിട്ട് ചേർത്ത് നിർമ്മിക്കുന്ന നോൺ വോവൻ ഫാബ്രിക് ഏത് പ്രക്രിയയിലൂടെ ഉണ്ടാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, ഫെൽറ്റിംഗ് ആണ്. നോൺ വോവൻ ഫാബ്രിക് എന്ന് പറയുന്നത് നൂല് നെയ്തോ നിറ്റ് ചെയ്തോ നിർമ്മിക്കാതെ ഉള്ള ഫാബ്രിക് ആണ്. ഇത് ഫൈബറുകളെ നേരിട്ട് ചൂട് അല്ലെങ്കിൽ പ്രഷർ, ഹീറ്റ്, പ്രഷർ അഥവാ മർദ്ദം, രാസവസ്തുക്കൾ അഥവാ കെമിക്കൽസ് അല്ലെങ്കിൽ യാന്ത്രിക പ്രവർത്തനം അഥവാ മെക്കാനിക്കൽ ആക്ഷൻ ഉപയോഗിച്ച് തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഈ ഫാബ്രിക് നിർമ്മിക്കുന്നത്. ഇതിൽ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ പ്രക്രിയ എന്ന് പറയുന്നത് ഫെൽറ്റിംഗ് ആണ്. ഫെൽറ്റിംഗിൽ പ്രധാനമായിട്ടും വൂൾ ഫൈബറുകൾ ചൂട്, ഈർപ്പം, മർദ്ദം, ഉരയ്ക്കൽ എന്നിവ ഉപയോഗിച്ച് പരസ്പരം ഇങ്ങനെ കുടുങ്ങിയ രീതിയിൽ ഒരു തുണിയായി മാറ്റുന്ന പ്രക്രിയയാണ് പറയുന്നത്. ഇതിന് യാൺ ആവശ്യമായിട്ട് വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 367. സങ്കുചിത നിർമ്മാണമുള്ള ഫാബ്രിക്കിന് എന്ത് തരത്തിലുള്ള ത്രെഡ് കൗണ്ട് ഉണ്ടാകും? സങ്കുചിത നിർമ്മാണമുള്ള ഫാബ്രിക്കിന്, കോമ്പാക്ട് കൺസ്ട്രക്ഷൻ, എന്ത് തരത്തിലുള്ള ത്രെഡാണ് ഉണ്ടാവുക? അതായത് കോമ്പാക്ട് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ, സങ്കുചിത നിർമ്മാണം എന്ന് പറഞ്ഞാൽ നൂലുകൾ വളരെ അടുത്തടുത്തായി നെയ്തിരിക്കുന്ന കോമ്പാക്ട്ലി വോവൻ ഫാബ്രിക്കിന് സാധാരണയായിട്ട് എങ്ങനെയുള്ള ത്രെഡ് കൗണ്ട് ആണ് ഉണ്ടാവുക? ഇത്രയാണ് ഉത്തരം. സി, ഉയർന്ന ഹൈ ത്രെഡ് കൗണ്ട് ആണ് ഉണ്ടാവുക. ത്രെഡ് കൗണ്ട് എന്നത് ഒരു ചതുരശ്ര അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഇഞ്ച് ഫാബ്രിക്കിലുള്ള വാർപ്പ് നൂലുകളുടെയും വെഫ്റ്റ് നൂലുകളുടെയും ആകെ എണ്ണമയാണ് നമ്മൾ ത്രെഡ് കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഫാബ്രിക്കിൽ നൂലുകൾ വളരെ അടുത്തടുത്തായി നെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കോമ്പാക്ട് കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. അത്തരം ഫാബ്രിക്കിൽ 1 ഇഞ്ചിൽ കൂടുതൽ നൂലുകൾ ഉണ്ടായിരിക്കും, അതിനാൽ ത്രെഡ് കൗണ്ട് ഉയർന്നതായിരിക്കും. ഫാബ്രിക്കിന് കൂടുതൽ ഡെൻസിറ്റിയും ശക്തിയും ലഭിക്കും. അതുകൊണ്ട് ശരി ഉത്തരം എന്താണ്? ഹൈ ത്രെഡ് കൗണ്ട് അല്ലെങ്കിൽ ഉയർന്നത് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ കുറഞ്ഞത് എന്ന് പറയുമ്പോൾ ലോ ത്രെഡ് കൗണ്ട്, കുറഞ്ഞ ത്രെഡ് കൗണ്ടുള്ള ഫാബ്രിക് നൂലുകൾ തമ്മിൽ കൂടുതൽ അകലം ഉണ്ടായിരിക്കും. മദ്യം എന്ന് പറഞ്ഞാൽ ഇത് സാന്ദ്രത കൂടുതലല്ല കുറവുമല്ല, മീഡിയം ആയിരിക്കും. ഇനി ഡി ഓപ്ഷൻ തുല്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ത്രെഡ് കൗണ്ട് വിഭാഗമില്ല. ഇനി 368ാമത്തെ ക്വസ്റ്റ്യൻ, വസ്ത്രത്തിലെ സാധ്യതയുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡിഫെക്ട്സ്, ഒരു വസ്ത്രത്തിൽ സാധാരണയായി കാണപ്പെടുന്ന സാധ്യതയുള്ള ദോഷങ്ങൾ, ഡിഫെക്ട്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻസിലെ എല്ലാം എന്താണ്? എല്ലാം ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഇവയൊക്കെയും അല്ലെങ്കിൽ ഓൾ ദി എബവ്, മങ്ങിയ പാടുകൾ, ദുർഗന്ധം, തുളകൾ എല്ലാം തന്നെ നമ്മൾക്ക് വസ്ത്രത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഡിഫെക്ട്സിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഗാർവൺ ഡിഫെക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്ത്രത്തിൻ്റെ ഗുണനിലവാരത്തെയും അതായത് ക്വാളിറ്റി, ഉപയോഗക്ഷമതയും ബാധിക്കുന്ന കുറവുകളെയാണ് നമ്മൾ പറയുന്നത്. സാധാരണ കാണുന്ന ദോഷങ്ങൾ മങ്ങിയ പാടുകൾ, അതായത് സ്റ്റെയിൻസ് അല്ലെ, എണ്ണമയം അല്ലെങ്കിൽ മഷി, നിറം തുടങ്ങിയ പാടുകൾ വസ്ത്രത്തിൻ്റെ ഭംഗി കുറയ്ക്കും. ഇങ്ങനെയുള്ള സ്റ്റെയിൻസ്. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ബാഡ് ഓർഡർ, ശരിയായ സംഭരണം, അതായത് ശരിയായി സൂക്ഷിച്ച് വെക്കാതെ ഈർപ്പമോ എന്തെങ്കിലും കാരണം പൂപ്പലിൻ്റെ മണം അല്ലെങ്കിൽ ഈർപ്പം, ദുർഗന്ധമൊക്കെ വരില്ലേ, അത്. തുളകൾ എന്ന് പറയുന്നത് കീടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടിയോ ഒരച്ചോ മുതലായ ചെറിയ ചെറിയ ഗ്യാപ്സോ തുളകളോ വരുന്ന അവസ്ഥയാണ് പറയുന്നത്. ഇവയെല്ലാം വസ്ത്രത്തിൻ്റെ എന്താണ്? സാധ്യതയുള്ള ദോഷങ്ങളാണ്. സോ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബവ് അല്ലെങ്കിൽ ഇവയെല്ലാം എന്നാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 369. വസ്ത്രനിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ആവശ്യമുള്ള ഘട്ടം ഏത്? ഒരു വസ്ത്രം നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ശ്രമം അല്ലെങ്കിൽ ലേബറും സമയവും ആവശ്യമായ ഘട്ടം
ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ ഏതാണ്? പ്രൊഡക്ഷനിലാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വസ്ത്രം നിർമ്മിക്കുന്ന മുഴുവൻ പ്രക്രിയയാണ്. ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ്? പാറ്റേൺ മേക്കിംഗ് ഉണ്ട്, മാർക്കർ പ്ലാനിംഗ് ഉണ്ട്, ഫാബ്രിക് കട്ടിംഗ്, സ്റ്റിച്ചിങ്, പ്രസ്സിംഗ്, ഫിനിഷിംഗ്, ക്വാളിറ്റി ചെക്കിംഗ്, പാക്കിംഗ്, ഇങ്ങനെ എല്ലാ ജോലികൾക്കും കൂടുതൽ തൊഴിലാളികളും സമയവും വൈദഗ്ധ്യവും ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? ഗാർമെന്റ് കൺസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് വസ്ത്രനിർമ്മാണത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ആവശ്യമുള്ള ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വസ്ത്രനിർമ്മാണത്തിൽ ഏറ്റവും തൊഴിൽ ആവശ്യമുള്ള ഘട്ടം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആണ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് വെയറിംഗ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ് വസ്ത്രം ഉപയോഗിക്കുന്ന ഘട്ടമാണ് അല്ലേ. ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ പഴകിയ വസ്ത്രം ഉപേക്ഷിക്കുകയോ നമ്മളത് എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുന്ന ഘട്ടമാണ്. കൺസംഷൻ എന്ന് പറയുന്ന ഉപഭോക്താവ് വസ്ത്രം വാങ്ങി ഉപയോഗിക്കുന്ന ഘട്ടമാണ് പറയുന്നത്. 370ാമത്തെ ക്വസ്റ്റ്യൻ, വസ്ത്രം തയ്യാറാക്കാനുള്ള ഏറ്റവും എളുപ്പവും വേഗതയുമേറിയ മാർഗമേത്? ഒരു വസ്ത്രത്തിന്റെ ഡിസൈൻ ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലും രൂപപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ആൻസർ ഡ്രേപ്പിംഗ് ആണ്. ഓപ്ഷൻ എ ഡ്രേപ്പിംഗ് ആണ് ആൻസറായി വരുന്നത്. ഡ്രേപ്പിംഗ് എന്നത് തുണി നേരിട്ട് ഡ്രസ് ഫോം അല്ലെങ്കിൽ മാനിക്വീനിലോ മനുഷ്യ ശരീരത്തിലോ പിൻ ഉപയോഗിച്ച് ക്രമീകരിച്ച് വസ്ത്രത്തിന്റെ ഡിസൈൻ തയ്യാറാക്കുന്ന രീതിയാണ് ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഡിസൈൻ ഉടൻ നമുക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് കഴിയും. ഫിറ്റിംഗ് എളുപ്പത്തിൽ പരിശോധിക്കാം, ആവശ്യമായ മാറ്റങ്ങൾ ഉടനെ തന്നെ വരുത്താം, പുതിയ ഡിസൈനുകൾ വേഗത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് വസ്ത്രത്തിന്റെ ഡിസൈൻ തയ്യാറാക്കാനുള്ള ഏറ്റവും എളുപ്പവും വേഗതയേറിയ മാർഗം എന്ന് പറയുന്നത് ഡ്രേപ്പിംഗ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള വീവിംഗ് എന്താണ്? ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. നിറ്റിംഗ് എന്ന് പറയുന്ന നൂലിൽ നിന്ന് നിറ്റഡ് ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അല്ലേ. ഡി നൺ ഓഫ് ദി എബവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 371, പ്രത്യേക ദ്രാവകങ്ങൾ ഉപയോഗിച്ച് വസ്ത്രം വൃത്തിയാക്കുന്ന പ്രക്രിയ എന്താണ്? വെള്ളത്തിന് പകരം പ്രത്യേക രാസദ്രാവകങ്ങൾ സോൾവെന്റ്സ് ഉപയോഗിച്ചിട്ട് വസ്ത്രം വൃത്തിയാക്കുന്ന പ്രക്രിയ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഡ്രൈ ക്ലീനിങ് ആണ്. ഡ്രൈ ക്ലീനിങ് എന്ന് പറയുന്ന വെള്ളം ഉപയോഗിക്കാതെ ക്ലെൻസിങ് സോൾവെന്റ്സ് ഉപയോഗിച്ച് വസ്ത്രം വൃത്തിയാക്കുന്ന പ്രക്രിയയാണ്. പേര് ഡ്രൈ ക്ലീനിങ് എന്നാണെങ്കിലും ഇതിൽ പൂർണ്ണമായും ഉണങ്ങിയ രീതിയല്ല, വെള്ളത്തിന് പകരം പ്രത്യേക സോൾവെന്റുകളാണ് ഉപയോഗിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഈ രീതി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സിൽക്ക് വസ്ത്രങ്ങൾ, വൂൾ വസ്ത്രങ്ങൾ, സ്യൂട്ട്, ബ്ലേസർ, എംബ്രോയിഡറി ഉള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ തുടങ്ങിയവയ്ക്കാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവകത്തിനെ പറയുന്ന പേരാണ്. ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ വെള്ളവും ഡിറ്റർജന്റും ഉപയോഗിച്ച് സാധാരണ വസ്ത്രം കഴുകുന്ന പ്രക്രിയയാണ്. അജിറ്റേഷൻ എന്ന് പറയുന്ന വസ്ത്രം കഴുകുമ്പോൾ വെള്ളത്തിൽ ഇളക്കുകയോ കറക്കുകയോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് പറയുന്നത് അജിറ്റേഷൻ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 372, ഒരു ഫാബ്രിക് മറ്റൊന്നോട് സ്ഥിരമായി ചേർക്കുന്നത് എന്താണ് വിളിക്കുന്നത്? അത് രണ്ടോ അതിലധികമോ ഫാബ്രിക്കുകൾ പശ, ചൂട് അല്ലെങ്കിൽ ഫോം ഉപയോഗിച്ച് സ്ഥിരമായി ഒന്നിച്ചു ചേർക്കുന്ന പ്രക്രിയയാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഫാബ്രിക് മറ്റൊരു ഫാബ്രിക്കിനോട് സ്ഥിരമായി ചേർക്കുന്നതിന് എന്താണ് വിളിക്കുന്നത്? ഉത്തരം ബോണ്ടഡ്. ബോണ്ടഡ് ഫാബ്രിക് എന്നത് എന്താണ്? രണ്ടോ അതിലധികമോ ഫാബ്രിക്കുകൾ പശ, ചൂട്, ഫോം അല്ലെങ്കിൽ പ്രത്യേക ലാമിനേഷൻ പ്രക്രിയ ഉപയോഗിച്ച് സ്ഥിരമായി ഒന്നിച്ചു ചേർത്ത് നിർമ്മിക്കുന്ന ഫാബ്രിക്കിനെയാണ് പറയുന്നത് ബോണ്ടഡ് ഫാബ്രിക് എന്ന്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബ്ലെൻഡഡ്, രണ്ടോ അതിലധികമോ ഫൈബറുകൾ മിക്സ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ബോണ്ടഡും ബ്ലെൻഡഡും തമ്മിൽ തെറ്റിപ്പോകരുത്. ബ്ലെൻഡഡ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ഫൈബറുകൾ, അതായത് കോട്ടണും പോളിസ്റ്ററും മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ചേർത്ത് നൂല് നിർമ്മിക്കുന്ന ഇതാണ് നമ്മൾ പറയുന്നത്. വോവൻ എന്ന് പറഞ്ഞാൽ വാർപ്പ്, വെഫ്റ്റ് നൂലുകൾ ഇഴചേർത്ത് ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ നിറ്റഡ് ഫാബ്രിക്കും ലംബ നിരകൾ, അതായത് നിറ്റഡ് ഫാബ്രിക്കുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നിരകളെയാണ്, അല്ലെങ്കിൽ ലംബമായിട്ടുള്ള നിരകളെയാണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള നിരകളെയാണ് നമ്മൾ വെയിൽസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ അല്ല, ലംബമായിട്ടുള്ള നിരകളെ, വെർട്ടിക്കൽ ആയിട്ടുള്ള നിറ്റഡ് ഫാബ്രിക്കിലുള്ള നിരയാണ് നമ്മൾ വെയിൽസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 373, പോളി അമൈഡ് ഗ്രൂപ്പുകൾ ഉള്ള ഫൈബറുകൾ എന്താണ്? പോളിയമൈഡ് എന്ന രാസഘടനയുള്ള സിന്തറ്റിക് ഫൈബർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? നൈലോൺ ആണ് അല്ലേ. പോളിയമൈഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പോളിമർ ആണ് നൈലോൺ. ഈ പോളിയമൈഡ് ഗ്രൂപ്പിൽ പെടുന്നൊരു സിന്തറ്റിക് ഫൈബർ ആണ്. നൈലോണിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? വളരെ സ്ട്രെങ്ത് ആണ് അല്ലെ, ഹൈ സ്ട്രെങ്ത് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അബ്രാഷൻ റെസിസ്റ്റൻസ് ആണ്, ഇലാസ്റ്റിസിറ്റി നല്ലതാണ്, കയറുകൾ, ഫിഷിംഗ് നെറ്റുകൾ, പാരാച്യൂട്ടുകൾ, സോക്സ്, സ്പോർട്സ് വെയർ എന്നിവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫൈബറാണ്, പോളി അമൈഡ് ഫൈബറാണ് നൈലോൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷനായ പോളിയസ്റ്റർ എന്ന് പറയുന്നത്, ഇത് പോളിയസ്റ്റർ പോളിമറിൽ നിന്നുള്ള ഫൈബറാണ്, പോളി അമൈഡ് അല്ല, പോളിമർ ആണ്.
റയോൺ എന്ന് പറയുന്നത് പുനർനിർമ്മിത റീജനറേറ്റഡ് സെല്ലുലോസിക് ഫൈബർ ആണ്. സ്പാൻഡെക്സ് എന്ന് പറയുന്നത് ഒരു പോളിയുറീഥെയിൻ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫൈബറാണ്. അടുത്ത ക്വസ്റ്റ്യൻ 374. നൈലോൺ വളരെ ലഘുവായ ഫൈബർ ആയതിനൊപ്പം നല്ല ഡാഷ് ഉണ്ട്. നൈലോൺ വളരെ ലഘുവായ ഫൈബർ ആയതിനൊപ്പം നല്ല ഡാഷ് ഉണ്ട്. അതായത് നൈലോൺ ഭാരം കുറഞ്ഞ ഒരു ഫൈബറാണ്. അതിനോടൊപ്പം അതിന് പ്രധാനമായും ഉള്ള മറ്റൊരു ഗുണം എന്താണ്? നൈലോൺ വളരെ ലഘുവായ ഫൈബറാണ്, കൂടാതെ അതിന് പ്രധാനമായുള്ള മറ്റൊരു ഗുണം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻസിൽ ശക്തി, സ്ട്രെങ്ത് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നൈലോൺ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഫൈബറുകളിൽ ഒന്നാണ്. അതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഭാരം വളരെ കുറവാണ്, വളരെ ശക്തിയുള്ളതാണ്, അബ്രാഷൻ റെസിസ്റ്റൻസ് ആണ്, ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്, എളുപ്പത്തിൽ പൊട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന നൈലോൺ വളരെ ലഘുവായ ഫൈബറിനൊപ്പം നല്ല ശക്തിയും ഉള്ളതായിട്ടാണ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? അബ്രാഷൻ എന്ന് പറയുന്നത് നൈലോണിന് നല്ല അബ്രാഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ ചോദിച്ചത് എന്താണ്? നല്ല ബേസിക് ആയിട്ട് എന്താണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 375. സാധാരണയായി മരപ്പൾപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന സെല്ലുലോസിക് ഫൈബർ ഏതാണ്? മരപ്പൾപ്പ്, വുഡ് പൾപ്പ് പോലെയുള്ള പ്രകൃതിദത്ത സെല്ലുലോസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുനർനിർമ്മിത റീജനറേറ്റഡ് സെല്ലുലോസിക് ഫൈബർ ഏതാണ്? റയോൺ ആണല്ലേ. റയോൺ എന്ന് പറയുന്നത് പ്രകൃതിദത്ത സെല്ലുലോസ്, നാച്ചുറൽ സെല്ലുലോസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു റീജനറേറ്റഡ് പുനർനിർമ്മിത സെല്ലുലോസിക് ഫൈബർ ആണ്. ഈ സെല്ലുലോസ് പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്നത് വുഡ് പൾപ്പിൽ നിന്നുമാണ്. അതുപോലെ ചില സസ്യങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. വുഡ് പൾപ്പിൽ നിന്നുള്ള സെല്ലുലോസ് രാസപ്രക്രിയയിലൂടെ ലായനിയാക്കി വീണ്ടും നാരുകളാക്കി മാറ്റുന്നതാണ് റയോൺ നിർമ്മിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റീജനറേറ്റഡ് പുനർനിർമ്മിത എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? നൈലോൺ, കോട്ടൺ, ഓർലോൺ. നൈലോൺ നമുക്കറിയാം സിന്തറ്റിക് പോളിയമൈഡ് ഫൈബർ ആണ്. കോട്ടൺ ചെടികളിൽ നിന്നും അല്ലെങ്കിൽ കോട്ടൺ ചെടിയുടെ കായിൽ നിന്നും നമുക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ഓർലോൺ എന്ന് പറയുന്നത് ഒരു അക്രിലിക് ഫൈബറിൻ്റെ ഒരു ട്രേഡ് നെയിമാണ് ഓർലോൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 376. ഫാബ്രിക് ഗാർമെന്റ് ആക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? ഫാബ്രിക് കട്ട് ചെയ്ത് തുന്നി ഒരു പൂർണ്ണ വസ്ത്രമാക്കി മാറ്റുന്ന പ്രക്രിയയെ പറയുന്നതാണ് മേക്കിംഗ് അപ്പ്. മേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത് ഫാബ്രിക്കിനെ കട്ട് ചെയ്ത് വിവിധ ഭാഗങ്ങൾ തുന്നിച്ചേർത്തൊരു പൂർണ്ണ വസ്ത്രമാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഈ ഘട്ടത്തിൽ സാധാരണയായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? പാറ്റേൺ അനുസരിച്ച് കട്ടിങ് ചെയ്യും, സ്റ്റിച്ചിങ് ചെയ്യും, സീം ജോയിനിങ് ചെയ്യും, കോളർ, സ്ലീവ്, പോക്കറ്റ് എന്നിവ ഘടിപ്പിക്കുക, ഫിനിഷിംഗ് ഒക്കെ ചെയ്യാം. ഇതാണ് മേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ടേണിംഗ് അപ്പ് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ അറ്റം മടക്കി ഹെം ചെയ്യുന്നതിനെയാണ് പറയുന്നത്. സ്ലോട്ട് എന്ന് പറയുന്നത് ഗാർമെന്റ് നിർമ്മാണത്തിലൊരു പ്രക്രിയയെ സൂചിപ്പിക്കുന്ന പദമല്ല. മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെയാണ് പറയുന്നത് മാസ് പ്രൊഡക്ഷൻ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 377. താഴെ പറയുന്നതിൽ ഫാസ്റ്റനിങ് ഏതാണ്? ഒരു വസ്ത്രം അടയ്ക്കാനോ തുറക്കാനോ ഉപയോഗിക്കുന്നതാണ് ഫാസ്റ്റനിങ്. ഇത് ഫാസ്റ്റനിങ് ഏതാണ്? താഴെ പറയുന്നതിൽ വെൽക്രോ ആണ്. വെൽക്രോ. ഫാസ്റ്റനിങ് എന്ന് പറയുന്ന ഒരു വസ്ത്രം ശരീരത്തിൽ ഉറപ്പിച്ച് ധരിക്കാനും തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഫാസ്റ്റനിങ്ങിന്റെ ഉദാഹരണം എന്താണ്? ബട്ടൺ, സിപ്പ്, ഹുക്ക് ആൻഡ് ഐ, സ്നാപ്പ്, വെൽക്രോ മുതലായവയാണ്. വെൽക്രോ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ ചേർന്ന് ഒട്ടുന്ന ഒരു ഫാസ്റ്റനർ ആണ്. ഒരു ഭാഗത്ത് ചെറിയ ഹൂക്സ് ഉണ്ടാവും, മറ്റേ ഭാഗത്ത് ഹൂക്സിനെ പിടിക്കാനായിട്ടുള്ള ലൂപ്സും ഉണ്ടായിരിക്കും. ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒട്ടുന്നതിനാലാണ് നമുക്ക് വസ്ത്രം എളുപ്പത്തിൽ തുറക്കാനും അടയ്ക്കാനും കഴിയുന്നത്. കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഷൂസ്, ബാഗുകൾ, സ്പോർട്സ് വെയർ എന്നിവയിലൊക്കെ വെൽക്രോ നമുക്ക് വ്യാപകമായി കാണാൻ കഴിയും. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ ടാഗ്, വെൻറ്റ്, ടീക്ക് നോക്കാം. ടാഗ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ്, സൈസ്, അതുപോലെ തന്നെ കെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു ഗാർമെന്റിന്റെ ലേബലിനെയാണ് പറയുന്നത്. വെൻറ്റ് എന്ന് പറയുന്ന വസ്ത്രത്തിന്റെ താഴെയോ പിന്നിലോ നമ്മൾക്ക് മൂവ്മെന്റിന് അല്ലെങ്കിൽ ചലന സൗകര്യത്തിനായി തയ്ക്കുന്ന തുറന്ന ഭാഗത്തെയാണ് പറയുന്നത്. ടീക്ക് എന്ന് പറഞ്ഞാൽ ഗാർമെന്റ് ഫാസ്റ്റനിങ്ങുമായി ബന്ധപ്പെട്ടൊരു പദമല്ല. അടുത്ത ക്വസ്റ്റ്യൻ 378. കട്ട് പോക്കറ്റിന്റെ മൗത്ത് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നാരോ സ്ട്രിപ്പ് എന്താണ്? കട്ട് പോക്കറ്റിന്റെ തുറന്ന ഭാഗം, അതായത് പോക്കറ്റ് മൗത്ത് ഭംഗിയായി ഉറപ്പോടെയും ഭംഗിയായും ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നാരോ വീതി കുറഞ്ഞ തുണി കഷ്ണത്തെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് വിളിക്കുന്നത്? ആൻസർ വെൽട്ട് ആണ് അല്ലേ.
വെൽറ്റ് എന്ന് പറയുന്നത് കട്ട് പോക്കറ്റിൻ്റെ വായ ഭാഗമോ പോക്കറ്റ് മൗത്ത് ഓപ്പണിംഗ് ഭാഗം ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇടുങ്ങിയ തുണിക്കഷ്ണമാണ്, അല്ലെങ്കിൽ നാരോ തുണിക്കഷ്ണമാണ്. പോക്കറ്റിൻ്റെ വായ സ്ട്രെങ്തൻ ആക്കാനും അറ്റങ്ങൾ നൂല് അഴിഞ്ഞു പോവുക ഫ്രീയിങ് ഉണ്ടാവാതിരിക്കാനും പോക്കറ്റിന് ഒരു നീറ്റ് ആൻഡ് ഫിനിഷ്ഡ് രൂപം നൽകാനുമാണ് ഇത് ഉള്ളത്. കോട്ട്, ബ്ലേസർ, ട്രൗസർ തുടങ്ങിയ വസ്ത്രങ്ങളിലെ പോക്കറ്റുകളിലാണ് നമ്മൾ ഈ വെൽറ്റ് പോക്കറ്റ് സാധാരണയായിട്ട് കാണുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഫ്യൂസിങ്, ബ്രിഡിൽ, ഗോഡക്റ്റ്. ഫ്യൂസിങ് എന്ന് പറയുന്നത് ഇന്റർലൈനിങ് ഫാബ്രിക്കിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ്. ഇന്റർലൈനിങ് ഫാബ്രിക്കിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഫ്യൂസിങ് എന്ന് പറയുന്നത്. ബ്രിഡിൽ എന്ന് പറയുന്നത് പോക്കറ്റിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ചില ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നൊരു പ്രൊട്ടക്ഷൻ ഭാഗമാണ്. ഇനി ഗോഡറ്റ് എന്ന് പറയുന്നത് വസ്ത്രത്തിന് കൂടുതൽ വീതിയും ഫ്ലെയറും നൽകാൻ ഉപയോഗിക്കുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു തുണിക്കഷ്ണത്തിനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 379. താഴെ പറയുന്നവയിൽ ഡ്രേപ്പിംഗ് ടെക്നിക്ക് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡ്രേപ്പിംഗ് മെത്തേഡിൽ ഉൾപ്പെടുന്ന സാങ്കേതിക വിദ്യ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബ്ലോക്കിംഗ് ആണല്ലേ. ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ഡ്രസ് ഫോം, മാനിക്വിൻ മുതലായവയുടെ മുകളിൽ മസ്ലിൻ തുണി ശരിയായ ഗ്രെയിൻ ലൈൻ അനുസരിച്ച് പിൻ ചെയ്ത് അടിസ്ഥാന രൂപം തയ്യാറാക്കുന്ന ഡ്രേപ്പിംഗ് ടെക്നിക്കാണ്. ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രസ് ഫോമിനോ മുകളിലോ മാനിക്വിനോ മുകളിലോ മസ്ലിൻ തുണി ശരിയായ ഗ്രെയിൻ ലൈൻ അനുസരിച്ച് പിൻ ചെയ്ത് അടിസ്ഥാന രൂപം തയ്യാറാക്കുന്ന ഡ്രേപ്പിംഗ് ടെക്നിക്കാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഡ്രേപ്പിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഏതിലാണ് ഡ്രേപ്പിംഗ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡ്രസ് ഫോമും മാനിക്വിനും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഡ്രസ് ഫോം ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ, മാനിക്വിൻ അല്ല. ഡ്രസ് ഫോം ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രമാണ് മാനിക്വിൻ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള സ്ലാഷ് ആൻഡ് സ്പ്രെഡ്, പൈവറ്റൽ, അഡാപ്റ്റേഷൻ. സ്ലാഷ് ആൻഡ് സ്പ്രെഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് പാറ്റേൺ മേക്കിങ്ങിൽ പാറ്റേൺ മുറിച്ച് വിടർത്തി ഡിസൈൻ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ്. നല്ല രീതിയിൽ കിളികളുടെ ശബ്ദം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. സ്ലാഷ് ആൻഡ് സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാറ്റ് പാറ്റേൺ മേക്കിങ്ങിൽ പാറ്റേൺ മുറിച്ച് വിടർത്തി ഡിസൈൻ മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് പറയുന്നത്. പൈവറ്റൽ അല്ലെങ്കിൽ പൈവറ്റിംഗ് എന്ന് പറയുന്നത് ഡാർട്ട് മാനിപ്പുലേഷൻ ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് പാറ്റേൺ ടെക്നിക്കാണ്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അടിസ്ഥാന പാറ്റേൺ പുതിയ സ്റ്റൈലിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 380. ഒരു ബേസിക് പാറ്റേൺ സെറ്റിൽ എത്ര ഡാഷ് പീസ് പാറ്റേൺ ആണുള്ളത്? ബേസിക് പാറ്റേൺ സെറ്റിൽ ഒരു ബേസിക് പാറ്റേൺ സെറ്റ് ഒരു ഡാഷ് പീസ് പാറ്റേൺ ആണ്. ഗാർമെന്റ് പാറ്റേൺ മേക്കിങ്ങിൽ ബേസിക് പാറ്റേൺ സെറ്റ് സാധാരണ എത്ര ഭാഗങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? 5 ആണ് അല്ലേ. ബേസിക് പാറ്റേൺ സെറ്റ് എന്നത് ഒരു വസ്ത്രത്തിൻ്റെ അടിസ്ഥാന പാറ്റേണുകളുടെ സമാഹാരമാണ്, ബേസിക് ബ്ലോക്സ്. പിന്നീട് അവ ഉപയോഗിച്ചാണ് നമ്മൾ വിവിധ സ്റ്റൈലുകളിലുള്ള പുതിയ പാറ്റേണുകൾ വികസിപ്പിച്ചെടുക്കുന്നത്. ഇതിൽ 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഫ്രണ്ട് ബോഡീസ്, ബാക്ക് ബോഡീസ്, സ്ലീവ്, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്. ഫ്രണ്ട് ബോഡീസ് ഉണ്ട്, ബാക്ക് ബോഡീസ് ഉണ്ട്, സ്ലീവ് ഉണ്ട്, ഫ്രണ്ട് സ്കേർട്ട് ഉണ്ട്, ബാക്ക് സ്കേർട്ട് ഉണ്ട്. അതാണ് ബേസിക് പാറ്റേൺ സെറ്റിലെ 5 പീസ് പാറ്റേൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. 381 ക്വസ്റ്റ്യൻ. ബ്ലോക്ക് പാറ്റേണിനെ ബേസിക് സ്റ്റൈലാക്കി മാറ്റുന്ന മെത്തേഡ് ഏത്? ബ്ലോക്ക് പാറ്റേണിനെ ബേസിക് സ്റ്റൈലാക്കി മാറ്റുന്ന മെത്തേഡ് ഏത്? ഒരു ബ്ലോക്ക് പാറ്റേൺ ഉപയോഗിച്ച് അടിസ്ഥാന സ്റ്റൈൽ വികസിപ്പിക്കുന്ന രീതിയെ എന്താണ് വിളിക്കുന്നത്? ഒരു ബ്ലോക്ക് പാറ്റേൺ ഉപയോഗിച്ച് അടിസ്ഥാന സ്റ്റൈൽ വികസിപ്പിക്കുന്ന രീതിയെ വിളിക്കുന്നതാണ് അഡാപ്റ്റേഷൻ എന്ന്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് ബ്ലോക്ക് പാറ്റേണിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അതിനെ പുതിയ ബേസിക് സ്റ്റൈൽ അല്ലെങ്കിൽ ഡിസൈൻ ആക്കി മാറ്റുന്ന രീതിയാണ് പറയുന്നത്. ഇപ്പം നെക്ക് ലൈൻ മാറ്റുക, സ്ലീവ് സ്റ്റൈൽ മാറ്റുക, കോളർ ചേർക്കുക, പോക്കറ്റ് ചേർക്കുക, ഡാർട്ട് മാറ്റുക തുടങ്ങിയ ഇങ്ങനെ ബ്ലോക്ക് പാറ്റേണിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ സ്റ്റൈലുകൾ വികസിപ്പിക്കുന്നതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള പൈവറ്റിംഗ്, ഡിസൈനിങ്, മോഡലിംഗ്. പൈവറ്റിംഗ് നമുക്കറിയാം, ഡാർട്ടിൻ്റെ സ്ഥാനം മാറ്റാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പറയുന്നത്. ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പൊതുവായ പദമാണ് ഡിസൈൻ ചെയ്യുന്നത്. മോഡലിംഗ് എന്ന് പറയുന്ന ഡിസൈൻ അവതരിപ്പിക്കുന്നതോ പ്രദർശിപ്പിക്കുന്നതോ ആയ പ്രോസസ്സിനെയാണ് പറയുന്നത്. 382 ക്വസ്റ്റ്യൻ. AAMA എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? AAMA എന്ന ചുരുക്കെഴുത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ. ഇത് അമേരിക്കയിലെ വസ്ത്ര നിർമ്മാതാക്കളുടെ ഒരു സംഘടനയാണ്. വസ്ത്രനിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, ഗുണനിലവാര മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുക, നിർമ്മാതാക്കളുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുക, വസ്ത്ര വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുക എന്നൊക്കെയാണ് ഇതിൻ്റെ
ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഒരു പ്രാവശ്യം വന്നാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 383. ഒരു ഗാർമെൻറ്റിൻ്റെ ഡിസൈൻ വേരിയേഷൻ എന്താണ് വിളിക്കുന്നത്? ഒരു അടിസ്ഥാന വസ്ത്ര രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കുന്ന വ്യത്യസ്ത രൂപത്തെ എന്താണ് വിളിക്കുന്നത്? ഒരു ഗാർമെൻറ്റിൻ്റെ ഡിസൈൻ വേരിയേഷൻ, മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കുന്ന വ്യത്യസ്ത രൂപത്തെ എന്താണ് വിളിക്കുന്നത്? സ്റ്റൈൽ എന്നാണ് വിളിക്കുന്നത്. സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിൻ്റെ പ്രത്യേക രൂപകൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ വസ്തുത രൂപഭേദമാണ് വിളിക്കുന്നത്, അല്ലെ? ഡിസൈൻ വേരിയേഷൻ ആണ്, അതിൻ്റെ വ്യത്യസ്ത രൂപഭേദത്തെയാണ് പറയുന്നത്. സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു വസ്ത്രത്തിൻ്റെ പ്രത്യേക രൂപകൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്ത രൂപഭേദം, ഡിസൈൻ വേരിയേഷൻ ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു സാധാരണ കുർത്തി എടുത്ത് അതിനകത്ത് നെക്ക് ലൈൻ മാറ്റുക, സ്ലീവ് മാറ്റുക, പോക്കറ്റ് ചേർക്കുക, കോളർ ചേർക്കുക തുടങ്ങിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് അതിൻ്റെ സ്റ്റൈൽ രൂപപ്പെടുന്നത്. അതിനൊരു പ്രത്യേക പുതിയ സ്റ്റൈൽ രൂപപ്പെടുന്നത് അങ്ങനെയാണ്, അല്ലേ? ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഫാഷൻ, പാറ്റേൺ, മോഡൽ. ഫാഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജനപ്രിയമായ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. പാറ്റേൺ എന്ന് പറയുന്നത് വസ്ത്രം മുറിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ടെംപ്ലേറ്റ് ആണ്. മോഡൽ എന്ന് പറയുന്നത് വസ്ത്രം അവതരിപ്പിക്കുന്ന വ്യക്തിയെയോ ഒരു മാതൃകയെയോ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 384. ബേസിക് പാറ്റേൺ വിവിധ സ്റ്റൈൽസ് ആയി മാറ്റുന്ന ടെക്നിക്ക് ഏതാണ്? ബേസിക് പാറ്റേണിനെ ബേസിക് പാറ്റേൺ ഉപയോഗിച്ച് വിവിധ പുതിയ സ്റ്റൈലുകൾ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് വിളിക്കുന്നത്? ഫ്ലാറ്റ് പാറ്റേൺ ഡിസൈനിങ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലാറ്റ് പാറ്റേൺ ഡിസൈനിങ്ങിൽ എന്നത് ഒരു ബേസിക് പാറ്റേണിന് നമ്മൾ മാറ്റങ്ങൾ വരുത്താണെന്ന് പറഞ്ഞു, അല്ലേ? അത് നിങ്ങൾക്കറിയാം. നെക്ക് ലൈൻ മാറ്റുക, അല്ലെങ്കിൽ സ്ലീവിലെ സ്റ്റൈൽ മാറ്റുക, കോളർ ചേർക്കുക, ഡാർട്ട് മാറ്റുക, അല്ലെങ്കിൽ പ്ലീറ്റ്സ്, ഗ്യാദേഴ്സ്, യോക്സ് പുതിയതായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുക തുടങ്ങിയതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? പാറ്റേൺ ഡിസൈനിങ്, സ്റ്റൈൽ ഡിസൈനിങ്, പാറ്റേൺ ടെക്നിക്സ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നില്ല തോന്നുന്നു. പാറ്റേൺ ഡിസൈനിങ് എന്താണ്? പൊതുവായ ഒരു പദമാണ്. ബേസിക് പാറ്റേൺ വിവിധ സ്റ്റൈലുകളാക്കി മാറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ പേരല്ല. സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു ഔദ്യോഗിക പാറ്റേൺ മേക്കിംഗ് ടെക്നിക്ക് പേരല്ല. പാറ്റേൺ ടെക്നിക്ക് എന്ന് പറയുന്നതും അതൊരു നമ്മളുടെ ടെക്നിക്കൽ ടേംസിൽ വരുന്നതല്ല. ഇനി 385. അപ്പർ ആൻഡ് ലോവർ ഗാർമെൻറ്റ് ബൾക്കി ആയപ്പോൾ ഉപയോഗിക്കുന്നത് ഏത് സീം? അതായത് അപ്പർ ഗാർമെൻറ്റും ലോവർ ഗാർമെൻറ്റും കട്ടിയുള്ള തുണി കൊണ്ട് നിർമ്മിച്ചിരിക്കുമ്പോൾ സാധാരണയായി ഏത് സീമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം പ്ലെയിൻ സീമാണ്. പ്ലെയിൻ സീം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സീമാണ്. 2 തുണി കഷ്ണങ്ങൾ റൈറ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് വെച്ച് തുന്നി പിന്നീട് സീം തുറന്ന് പ്രസ്ഡ് ഓപ്പൺ ഫിനിഷ് ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി. ബൾക്കി ഫാബ്രിക്സ് ഉപയോഗിക്കുമ്പോൾ സീം അലവൻസ് തുറന്ന് പ്രസ് ചെയ്യാൻ കഴിയുന്നതിനാൽ കനം ഒരേ ഭാഗത്ത് കൂടിച്ചേരാതെ കുറയുന്നു. അപ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാൽ അപ്പർ ഗാർമെൻറ്റിലും ലോവർ ഗാർമെൻറ്റുകളിലും പ്ലെയിൻ സീമാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത്. ഇനി ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഫ്ലാനൽ പോലുള്ള കട്ടിയുള്ള തുണികൾക്ക് പ്രത്യേക സീം ഫിനിഷുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻസ് പ്രകാരം നമുക്ക് പ്ലെയിൻ സീമാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി കേർവ്ഡ് സീം എന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ള ഓപ്ഷൻസിലെ വളവുള്ള ഭാഗങ്ങൾ ചേർക്കാൻ ഉപയോഗിക്കുന്ന സീമാണ്. കോഡഡ് സീം എന്ന് പറയുന്നത് സീമിൽ കോഡ് ചേർത്ത് അലങ്കാരത്തിന് രൂപഭംഗിക്കും ഉപയോഗിക്കുന്നതാണ്. ഫ്ലാനൽ സീം എന്ന് പറഞ്ഞാൽ സാധാരണ സീമുകളുടെ അടിസ്ഥാന വർഗീകരണത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന സീം അല്ല. ഈ 386ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പോക്കറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? പോക്കറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? സ്റ്റോറേജ് ഓഫ് സ്മോൾ ആർട്ടിക്കിൾസ്. എന്താണ്? ചെറിയ ചെറിയ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഒരു ഗാർമെൻറ്റിൽ പോക്കറ്റ് വയ്ക്കുന്നത്. പണം, താക്കോല്, മൊബൈൽ ഫോൺ, പേന, റുമാൽ, നാണയങ്ങൾ. ചില പോക്കറ്റുകൾ നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഡെക്കറേഷൻ ഓൺലി എന്ന് പറയുന്നുണ്ട്, ഇൻക്രീസ് ഗാർമെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്, റിഡ്യൂസ് ഗാർമെൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഡെക്കറേഷൻ പർപ്പസ് നമ്മൾ ചില പോക്കറ്റ് മാത്രമാണ്. ഗാർമെൻറ്റിൻ്റെ ലെങ്ത് ഒരിക്കലും പോക്കറ്റ് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുന്നില്ല. ഗാർമെൻറ്റിൻ്റെ വെയിറ്റ് ഒരിക്കലും കുറയ്ക്കൊന്നുമില്ല പോക്കറ്റ് വയ്ക്കുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ 386. മുഴുവൻ തിരിഞ്ഞ ബയാസ് സ്ട്രിപ്പ് എന്താണ്? മുഴുവൻ തിരിഞ്ഞ ബയാസ് സ്ട്രിപ്പ് എന്താണ്? ബൈൻഡിങ് ആണ് ആൻസർ. മുഴുവൻ മടക്കി ഉപയോഗിക്കുന്ന ബയാസ് സ്ട്രിപ്പിനെ ബൈൻഡിങ് എന്നാണ് പറയുന്നത്. ബയാസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ ബയാസ് ഡയറക്ഷൻ 45 ഡിഗ്രിയിൽ മുറിച്ചെടുക്കുന്ന ഇടുങ്ങിയ തുണിക്കഷ്ണമാണ്. ഇത് വളവുള്ള ഭാഗങ്ങളിൽ നെക്ക്, ആംഹോൾ മുതലായ എളുപ്പത്തിൽ വളയുന്നതിനാൽ ഫിനിഷിംഗ് ഉപയോഗിക്കുന്ന രീതിയാണ്, അല്ലേ? ബൈൻഡിങ് ഉപയോഗിക്കുന്നതിലൂടെ ഫാബ്രിക് എഡ്ജ് ഭംഗിയെ ഫിനിഷ് ചെയ്യാം, ഫ്രേയിങ് ഒഴിവാക്കാം, വസ്ത്രത്തിന് കൂടുതൽ ശക്തിയും ഭംഗി ലഭിക്കുന്നു.
ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ ഫേസിങ്ങും പൈപ്പിങ്ങും ബാൻഡിങ്ങും നോക്കാം. ഫേസിംഗ് എന്ന് പറയുന്നത് നെക്ക് ലൈൻ, ആം ഹോൾ തുടങ്ങിയ ഭാഗങ്ങളുടെ അകത്ത് ചേർത്ത് ഫിനിഷ് ചെയ്യുന്ന ഭാഗമാണ്. പൈപ്പിംഗ് എന്ന് പറയുന്നത് സീമിൻ്റെ ഇടയിൽ കോഡ് ചേർത്ത് അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നതാണ്. ബാൻഡിങ് എന്ന് പറയുന്നത് ബാൻഡ് രൂപത്തിൽ ചേർക്കുന്ന ഒരു ഭാഗമാണ്, ബയാസ് ബൈൻഡിങ് അല്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 387. സൂചിയിൽ നിന്നും വിരൽ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? കൈത്തുന്നലിനിടെ ഹാൻഡ് സൂയിങ്ങിനിടെ സൂചി വിരലിൽ കുത്താതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തിമ്പിൾ എന്ന് പറയുന്നത് ഹാൻഡ് സൂയിങ് ചെയ്യുന്ന സമയത്ത് നടുവിരലിൽ ധരിക്കുന്ന ചെറിയ മെറ്റലോ പ്ലാസ്റ്റിക്കോ കൊണ്ടുള്ള സംരക്ഷണ കവചമാണ് തിമ്പിൾ എന്ന് പറയുന്നത്. കൈത്തുന്നലിൽ സൂചി തള്ളുമ്പോൾ വിരലിൽ ശക്തിയായി അമർത്തേണ്ടി വരും. അപ്പോൾ സൂചി വിരലിൽ കുത്തി പരിക്കേൽക്കാതിരിക്കാനാണ് തിമ്പിൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സ്റ്റില്ലറ്റോ, ബോഡ്കിൻ, നീഡിൽ ബാർ. സ്റ്റില്ലറ്റോ എന്ന് പറയുന്നത് തുണി കൃത്യമായി ഗൈഡ് ചെയ്യാനോ കോണുകൾ പുറത്തെടുക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ബോഡ്കിൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക്, കോഡ്, റിബൺ എന്നിവ കേസിങ്ങിലൂടെ കടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നീഡിൽ ബാർ എന്ന് പറയുന്നത് തയ്യൽ മെഷീനിൽ സൂചി പിടിച്ചു നിർത്തുന്ന ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 388. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്ത് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയെ മുന്നോട്ട് നീക്കാൻ, അതായത് മുന്നോട്ട് ഫീഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഏത് ഭാഗമാണ്? ഫീഡ് ഡോഗ് ആണ്. ഫീഡ് ഡോഗ് എന്ന് പറയുന്നത് നീഡിൽ പ്ലേറ്റിന്റെ താഴെ കാണുന്ന പല്ലുകളുള്ള മെറ്റൽ ഭാഗമാണ്. സൂചി തുന്നുമ്പോൾ ഫീഡ് ഡോഗ് മുകളിലേക്കും മുന്നിലേക്കും നീങ്ങി തുണിയെ ഓരോ സ്റ്റിച്ചിന് ശേഷവും കൃത്യമായ അളവിൽ മുന്നോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. ഫീഡ് ഡോഗിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്താണ്? തുണിയെ ഒരേ വേഗത്തിൽ മുന്നോട്ട് നീക്കുന്നു, സ്റ്റിച്ച് ലെങ്ത് ശരിയായി നിലനിർത്തുന്നു, തുണി വഴുതി പോവാതെ നിയന്ത്രിക്കുന്നു. ഫീഡ് ഡോഗ് ഇല്ലെങ്കിൽ തുണി കൈകൊണ്ട് വലിച്ചു നീക്കേണ്ടി വരും. അതിനാൽ സ്റ്റിച്ചുകൾ ഒരേ നീളത്തിൽ നമുക്ക് ലഭിക്കില്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സ്റ്റിച്ച് റെഗുലേറ്റർ, ട്രെഡിൽ, ബോബിൻ, വൈൻഡർ. സ്റ്റിച്ച് റെഗുലേറ്റർ എന്ന് പറയുന്നത് സ്റ്റിച്ചിന്റെ നീളം ക്രമീകരിക്കുന്ന ഭാഗമാണ്, തുണിയെ നീക്കുന്ന ഭാഗമല്ല. ട്രെഡിൽ എന്ന് പറയുന്നത് പഴയ തയ്യൽ മെഷീനുകളിൽ കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പെഡലാണ്, നമ്മളുടെ ക്ലോത്ത് ഫീഡ് ചെയ്യുന്നതല്ല. ബോബിൻ, വൈൻഡർ എന്ന് പറയുന്നത് ബോബിനിൽ നൂല് ചുറ്റാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 389. ഓർണമെന്റൽ എലമെന്റ് ഏതാണ്? ഓപ്ഷൻസിലെ അതായത് ഒരു ഗാർമെന്റിന് ഭംഗിയും അലങ്കാരവും നൽകാൻ ഉപയോഗിക്കുന്ന ഘടകം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ട്രിമ്മിങ്സ് ആണ് അല്ലേ? ട്രിമ്മിങ്സ് എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിന് കൂടുതൽ ഭംഗിയും അതുപോലെ തന്നെ ആകർഷണീയതയും നൽകാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നൽകാൻ ചേർക്കുന്ന അലങ്കാര ഘടകത്തിനെയാണ് നമ്മൾ ട്രിമ്മിങ് എന്ന് പറയുന്നത്. ട്രിമ്മിങ്സിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് ലേസ്, റിബൺ, ബ്രെയ്ഡ്, ഫ്രിൽ, ഡെക്കറേറ്റീവ് ബട്ടൺസ്, ബീഡ്സ്, സീക്വൻസ് മുതലായവയാണ് ട്രിമ്മിങ്ങിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. കളറിംഗ്, തുണിക്ക് നിറം നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ കളറിംഗ് എന്ന് പറയുന്നത്. അതൊരു അലങ്കാര ഘടകമല്ല, നിറം നൽകുന്ന ഒരു പ്രക്രിയയാണ്. ഡാണിങ് എന്ന് പറയുന്നത് കീറിയ ഭാഗങ്ങൾ നന്നാക്കുന്ന, റിപ്പയർ ചെയ്യുന്ന രീതിയാണ്. ഷിറിങ്സ് എന്ന് പറയുന്നത് എലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ച് ചെറിയ ചുളിവുകൾ ഉണ്ടാക്കുന്ന, ചെറിയ ഗ്യാദേഴ്സ് ഉണ്ടാക്കുന്ന തയ്യൽ സാങ്കേതിക വിദ്യയാണ് ഷിറിങ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 390. സ്റ്റിച്ചിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കുന്നത് ഏത്? ഒരു ഗാർമെന്റ് തയ്യൽ ചെയ്യുന്നതിനിടെ സ്റ്റിച്ചിങ് പ്രോസസ്സിന്റെ അവസാന ഘട്ടത്തിൽ സാധാരണ ഏത് പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ഉത്തരം. ബട്ടൺ ഹോൾ എന്ന് പറയുന്നത് ബട്ടൺ കടത്താൻ വസ്ത്രത്തിൽ നിർമ്മിക്കുന്ന ഒരു പ്രത്യേക ദ്വാരമാണ്. ഗാർമെന്റ് തയ്യലിൽ ആദ്യം ചെയ്യുന്നത് ഡാർട്സ്, പ്ലീറ്റ്സ്, പ്ലാക്കറ്റ്സ്, കോളർ, സ്ലീവ്, പോക്കറ്റ് തുടങ്ങിയവയൊക്കെയാണ്. ഇവയെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ബട്ടൺ ഹോൾ ഉണ്ടാക്കുകയും പിന്നീട് ബട്ടൺ തുന്നുകയും ചെയ്യുന്നത്. കാരണം ആദ്യം ബട്ടൺ ഹോൾ ഉണ്ടാക്കിയാൽ തയ്യൽ സമയത്ത് അതിന്റെ സ്ഥാനം മാറാനോ കേടാകാനോ സാധ്യതയുണ്ട്. അതിനാൽ സ്റ്റിച്ചിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന പ്രധാന ജോലിയാണ് ബട്ടൺ ഹോൾ നിർമ്മിക്കുക. മറ്റ് ഓപ്ഷനുകൾ നോക്കാം. എന്താണ്? പ്ലാക്കറ്റ്സ്, പ്ലീറ്റ്സ്, ഡാർട്സ്. പ്ലാക്കറ്റ്സ് എന്ന് പറയുന്നത് ബട്ടൺ ഹോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാക്കറ്റ് തയ്യാറാക്കുന്നു. പ്ലീറ്റ്സ് എന്ന് പറയുന്നത് ഗാർമെന്റ് തയ്യലിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കുന്നു. ഡാർട്സ് എന്ന് പറയുന്നത് ശരിയായി ഫിറ്റ് ലഭിക്കാൻ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 391.
ഹാഫ് ഡാർട്ടിൻ്റെ വേരിയേഷൻ ഏതാണ്? താഴെ പറയുന്നവയിൽ ഹാഫ് ഡാർട്ടിൻ്റെ ഒരു വേരിയേഷൻ ഏതാണ്? ഫ്രഞ്ച് ഡാർട്ടാണ് അല്ലേ. ഫ്രഞ്ച് ഡാർട്ട് എന്നത് സൈഡ് സീമിൽ നിന്ന് ആരംഭിച്ച് ബസ്റ്റ് പോയിന്റിലേക്ക് പോകുന്ന ഒരു നീളമുള്ള ഡാർട്ടാണ്. ഇത് സാധാരണയായി ഹാഫ് ഡാർട്ട് വേരിയേഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഫ്രഞ്ച് ഡാർട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്താണ്, ബസ്റ്റിൻ്റെ ഭാഗത്ത് മികച്ച ഫിറ്റ് ലഭിക്കുന്നു, അതുപോലെ തന്നെ വേസ്റ്റ് ഭാഗത്ത് നല്ല ഷേപ്പിംഗ് ലഭിക്കുന്നു. ലേഡീസ് ഡ്രസ്സസ്, ബ്ലൗസ്, കുർത്തീസ് തുടങ്ങിയവയിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിനാൽ എന്താണ്, ഹാഫ് ഡാർട്ടിൻ്റെ ഒരു പ്രധാന വേരിയേഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഡാർട്ടാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് കോണ്ടൂർ ഡാർട്ട്, സ്റ്റാൻഡേർഡ് ഡാർട്ട്, സ്ലാഷ് ഡാർട്ട്. കോണ്ടൂർ ഡാർട്ട് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വളവുകൾ കൂടുതൽ കൃത്യമായി ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാർട്ടാണ്. സ്റ്റാൻഡേർഡ് ഡാർട്ട് എന്ന് പറയുന്നത് സാധാരണ അടിസ്ഥാന ഡാർട്ടാണ്, വേരിയേഷൻ അല്ല. ഇനി സ്ലാഷ് ഡാർട്ട് എന്ന് പറയുന്നത് പാറ്റേൺ ഓൾട്രേഷനിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയുമായി ബന്ധപ്പെട്ട പദമാണ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇനി 392ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർമെന്റ് ഫിറ്റ് നിയന്ത്രിക്കാൻ പാറ്റേണിലുള്ള വെഡ്ജ് ഷേപ്പ് കട്ട് എന്താണ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ സെറ്റിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ PDF മേടിച്ചിട്ടുള്ളവർ ആൻസർ ഡാർട്ട് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി ഡാർട്ട് പോയിന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ITയുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗാർമെന്റ് ഫിറ്റ് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഗാർമെന്റ് ശരിയായ ഫിറ്റ് ലഭിക്കാനായി പാറ്റേണിൽ നൽകിയിരിക്കുന്ന വെഡ്ജ് ഷേപ്പ് ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ഡാർട്ട് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഡാർട്ട് എന്ന് പറയുന്നത് ഗാർമെന്റ് ശരിയായ ഷേപ്പും ഫിറ്റ് നൽകാനായി പാറ്റേണിൽ വെഡ്ജ് ഷേപ്പിൽ എടുത്തിരിക്കുന്ന ഭാഗമാണ്. ഈ വെഡ്ജ് ഷേപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഫ്ലാറ്റ് ഫാബ്രിക് ശരീരത്തിൻ്റെ വളവുകൾക്ക് അനുസരിച്ച് നമ്മൾ രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഡാർട്ട് ലെങ്ത്, ഡാർട്ടിൻ്റെ നീളത്തിനെ ആണ് പറയുന്നത്. ഡാർട്ട് ലെഗ്സ് എന്താണ്? ഡാർട്ട് രൂപപ്പെടുത്തുന്ന 2 രേഖകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ 393, സ്ലീവിൻ്റെ വൈഡസ്റ്റ് ഭാഗം ഏതാണ്? ഒരു സ്ലീവിൻ്റെ ഏറ്റവും കൂടുതൽ വീതിയുള്ള വൈഡസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്താണ്? ബൈസെപ്സ് ലെവൽ. ബൈസെപ്സ് ലെവലാണ് ഉത്തരമായിട്ട് വരുന്നത്. ബൈസെപ്സ് ലെവൽ എന്ന സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ കൈയുടെ ഏറ്റവും തടിച്ച ഭാഗമായ ബൈസെപ്സിൻ്റെ ചുറ്റളവിൻ്റെ ചുറ്റളവുള്ള ലെവലിനെയാണ് പറയുന്നത്. സ്ലീവ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീതി നൽകുന്നത്. കാരണം കൈയുടെ ഈ ഭാഗമാണ് ഏറ്റവും വലുത്. ഇവിടെ ആവശ്യമായ ഈസ് നൽകിയില്ലെങ്കിൽ നമുക്ക് കൈ ചലിപ്പിക്കാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. സ്ലീവ് താഴേക്ക് പോകുമ്പോൾ നാരോ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സ്ലീവ് ലെവൽ, റിസ്റ്റ് ലെവൽ, എൽബോ ലെവൽ. സ്ലീവ് ലെവൽ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് പദമല്ല. റിസ്റ്റ് ലെവൽ കൈമുട്ട് ഭാഗമായതിനാൽ സ്ലീവിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ്. എൽബോ ലെവൽ എന്നത് റിസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കൈ മുട്ടല്ല, റിസ്റ്റിൻ്റെ പോർഷൻ ആയതുകൊണ്ട് സ്ലീവിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ്. എൽബോ ലെവൽ എന്ന് പറയുന്നത് കൈമുട്ടിനും ബൈസെപ്സിനും ഇടയിലുള്ള ഭാഗമാണ്. ഇവിടെ ഏറ്റവും വീതിയുള്ള ഭാഗമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ 394, കോളർ സ്റ്റാൻഡിൽ ഫോൾഡ് ചെയ്യുന്ന ഭാഗം എന്താണ്? കോളർ സ്റ്റാൻഡിൽ ഫോൾഡ് ചെയ്യുന്ന ഭാഗം എന്താണ്? റോൾ ലൈൻ എന്നാണ് പറയുന്നത്. കോളർ സ്റ്റാൻഡിൽ ഫോൾഡ് ചെയ്യുന്ന ഭാഗം റോൾ ലൈൻ എന്നാണ് പറയുന്നത്. റോൾ ലൈൻ എന്ന് പറയുന്നത് കോളർ സ്വാഭാവികമായിട്ട് മടക്കപ്പെടുന്ന രേഖയാണ്. കോളർ ഇങ്ങനെ മടക്കുന്ന ആ ഫോൾഡ് ഭാഗമാണ്. കോളർ സ്റ്റാൻഡിൽ നിന്ന് കോളർ പുറത്തേക്ക് തിരിയുന്ന ഭാഗത്താണ് ഈ രേഖ ഉണ്ടാവുന്നത്. ഒരു ഷർട്ട്, കോട്ട്, ബ്ലേസർ എന്നിവയിലെ കോളർ നോക്കിയാൽ നമുക്കിത് കഴുത്തിൻ്റെ നിന്ന് പുറത്തേക്ക് മനോഹരമായിട്ട് മടങ്ങിയിരിക്കുന്ന രീതിയിൽ കാണാൻ പറ്റും അല്ലേ. ഈ മടക്കുന്ന ആ ലൈനിൻ്റെ അതിൻ്റെ ടെക്നിക്കൽ പേരാണ് റോൾ ലൈൻ എന്ന് പറയുന്നത്. റോൾ ലൈൻ്റെ പ്രധാന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് കോളർ ശരിയായ രീതിയിൽ ഫോൾ ആവുന്നു, മടങ്ങുന്നു, കോളറിന് ഷേപ്പ് കിട്ടുന്നു, പ്രൊഫഷണൽ ലുക്ക് നൽകുന്നു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. കോളർ എഡ്ജ്, കോളറിൻ്റെ പുറം അരിക് ആണ് കോളർ എഡ്ജ്. കോളർ ഡിസൈൻ, കോളറിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുന്ന അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫോൾഡ് ലൈൻ എന്ന് പറയുന്നത് പൊതുവായ പദമാണ്. കോളർ കൺസ്ട്രക്ഷനിൽ നമുക്ക് റോൾ ലൈൻ ആണ് ആ ഭാഗത്തിന് നമ്മൾ പറയുന്നത്. 395, ഫാബ്രിക് എഡ്ജ് ഫ്രേ ഒഴിവാക്കാൻ നല്ല ഫിനിഷിംഗ് ടൂൾ ഏതാണ്? ഫാബ്രിക് എഡ്ജ് ഫ്രേ ഒഴിവാക്കാൻ നല്ല ഫിനിഷിംഗ് ടൂൾ എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഫാബ്രിക്കിൻ്റെ അരികുകൾ അഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മികച്ച ടൂൾ ഏതാണ്? ഓപ്ഷൻസിൽ പിങ്കിങ് ഷിയേഴ്സ് ആണ് വരുന്നത് അല്ലേ. പിങ്കിങ് ഷിയേഴ്സ് സിഗ്സാഗ് ആകൃതിയിലുള്ള ബ്ലേഡുകളുള്ള പ്രത്യേകം കത്രികയാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് തുണിയുടെ അരിക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സിഗ്സാഗ് ആകൃതിയിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നൂലിൻ്റെ അല്ലെങ്കിൽ തുണിയുടെ ഫ്രേയിങ് അല്ലെങ്കിൽ നൂല് എളുപ്പത്തിൽ അഴിഞ്ഞു പോകാതെ നമ്മൾക്കിതിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും.
396 മെഷറിംഗ് ടേപ്പ് സാധാരണ എത്ര സെന്റിമീറ്റർ നീളമാണുള്ളത്? മെഷറിംഗ് ടേപ്പ് സാധാരണ എത്ര സെന്റിമീറ്റർ നീളമാണ് ഉള്ളത്? 152 സെന്റിമീറ്റർ ആണ് ഉള്ളത്. മെഷറിംഗ് ടേപ്പ് എന്ന് പറയുന്നത് 152 സെന്റിമീറ്റർ ആണ് ഉള്ളത്. എന്തിനാണ് ഉപയോഗിക്കുക നമുക്കറിയാം അല്ലേ? ശരീരത്തിന്റെ അളവുകൾ എടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 397. പാം സിസേഴ്സിന്റെ മറ്റൊരു പേര് എന്താണ്? പാം സിസേഴ്സിന്റെ മറ്റൊരു പേര് എന്താണ്? ത്രെഡ് ട്രിമ്മർ. പാം സിസേഴ്സ് എന്നത് കൈപ്പത്തിയിൽ പിടിച്ച് ഉപയോഗിക്കുന്ന ചെറിയ തയ്യൽ കത്രികയാണ്. തയ്യൽ ചെയ്യുന്നതിനിടെ നൂല് വേഗത്തിൽ മുറിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ത്രെഡ് ട്രിമ്മിങ് ആയതുകൊണ്ട് തന്നെ പാം സിസേഴ്സിനെ നമ്മൾ ത്രെഡ് ട്രിമ്മർ എന്നും വിളിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഹോൾ മേക്കർ, സീം റിപ്പർ, ത്രെഡ് ലിവർ. ഹോൾ മേക്കർ എന്ന് പറയുന്നത് തുളകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സീം റിപ്പർ എന്ന് പറയുന്നത് തെറ്റായി തുന്നിയ സ്റ്റിച്ച് അഴിക്കാൻ ഉപയോഗിക്കുന്നു. ത്രെഡ് ലിവർ എന്ന് പറയുന്നത് തയ്യൽ ഉപകരണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പേരല്ല. അടുത്ത ക്വസ്റ്റ്യൻ 398. ഗാർമെന്റ് ഡിസൈൻ ഡ്രാഫ്റ്റ് ചെയ്യാനും പാറ്റേൺ ഭാഗങ്ങൾ കട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഏത്? ഗാർമെന്റ് ഡിസൈൻ ഡ്രാഫ്റ്റ് ചെയ്യാനും പാറ്റേൺ തയ്യാറാക്കാനും പാറ്റേൺ ഭാഗങ്ങൾ ശരിയായി വരയ്ക്കാനും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് പാറ്റേൺ സ്ക്വയർ എന്ന് പറയുന്നത്. പാറ്റേൺ സ്ക്വയർ. സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം, 90 ഡിഗ്രി കോണുകൾ കൃത്യമായി മാർക്ക് ചെയ്യാം, പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യാം, പാറ്റേൺ ഭാഗങ്ങൾ കൃത്യമായി അളവിൽ വരയ്ക്കാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ടൈലർ സ്ക്വയർ, പാറ്റേൺ സിസേഴ്സ്, ബ്രൗൺ ഷീറ്റ്. ടൈലർ സ്ക്വയർ എന്ന് പറയുന്നത് അളവുകൾ പരിശോധിക്കാനും ചില ഡ്രാഫ്റ്റിംഗ് വർക്കുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാറ്റേൺ സിസേഴ്സ് എന്ന് പറയുന്നത് പാറ്റേൺ അല്ലെങ്കിൽ പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കാം. ബ്രൗൺ ഷീറ്റ് പാറ്റേൺ വരയ്ക്കാൻ ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 399. ലക്നൌവിൽ ട്രഡീഷണൽ എംബ്രോയിഡറി ആർട്ട് ഏതാണ്? ലക്നൌവിലെ ട്രഡീഷണൽ എംബ്രോയിഡറി, ഉത്തർപ്രദേശിലെ ലക്നൌ നഗരത്തിലെ പ്രശസ്തമായ പരമ്പരാഗത എംബ്രോയിഡറി കല ഏതാണ്? ചിക്കൻകാരി. ചിക്കൻകാരി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌ നഗരത്തിന്റെ പ്രശസ്തമായ പരമ്പരാഗത ഹാൻഡ് എംബ്രോയിഡറി കലയാണ്. വളരെ നേർത്തതും മനോഹരവുമായ വെളുത്ത നൂല് ഉപയോഗിച്ച എംബ്രോയിഡറിയാണ്. വൈറ്റ് ഓൺ വൈറ്റ് എംബ്രോയിഡറി ആണ് ഇതിനെ പറയുന്നത്. റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്, ഹെറിംഗ് ബോൺ സ്റ്റിച്ചുകളൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. കോട്ടൺ, മസ്ലിൻ, ഷിഫോൺ, ജോർജ് തുടങ്ങിയ തുണികളിൽ ചെയ്യുന്നു. അടുത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഫുൽക്കാരി, കഷീദാകാരി, സർദോസി. ഫുൽക്കാരി പഞ്ചാബിലെ പ്രശസ്തമായ ഫ്ലോറൽ എംബ്രോയിഡറിയാണ്. കഷീദ കാശ്മീരിന്റെ പരമ്പരാഗത എംബ്രോയിഡറിയാണ്. സർദോസി സ്വർണം, വെള്ളി നിറമുള്ള മെറ്റാലിക് നൂലുകൾ ഉപയോഗിച്ച് അലങ്കാര എംബ്രോയിഡറി നിർമ്മിക്കുന്ന രീതിയാണ്. 400ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് നോട്ട് ആൻഡ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ടെക്നിക്കിനോട് ബന്ധപ്പെട്ട ടെക്സ്റ്റൈൽ വർക്ക് ഏതാണ്? ഫ്രഞ്ച് നോട്ട്, ഹെറിംഗ് ബോൺ സ്റ്റിച്ച് തുടങ്ങിയ സ്റ്റിച്ചുകൾ പ്രധാനമായി ഉപയോഗിക്കുന്ന പരമ്പരാഗത എംബ്രോയിഡറി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിക്കൻകാരി ഓഫ് ലക്നൌ ആണ് ആൻസർ അല്ലേ? ചിക്കൻകാരി എന്നത് ഉത്തർപ്രദേശിലെ ലക്നൌ പ്രശസ്തമായ പരമ്പരാഗത തയ്ത്തുന്നലാണ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലെ പോയിന്റ് തന്നെയാണ്. ഫ്രഞ്ച് നോട്ട്, ഹെറിംഗ് ബോൺ, ചെയിൻ സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച് മുതലായവയാണ് ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ചെറിയ പൂമുട്ടുകൾ, പൂവിന്റെ മധ്യഭാഗം തുടങ്ങിയവ ഉണ്ടാക്കാൻ. ഹെറിംഗ് ബോൺ ഇലകൾ, അതിരുകൾ, ബോർഡേഴ്സ്, ഫില്ലിംഗ് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? കാന്ത ഓഫ് വെസ്റ്റ് ബംഗാൾ, പിപ്ലി ആപ്ലിക് വർക്ക്, രാജസ്ഥാനി എംബ്രോയിഡറി. കാന്ത ഓഫ് വെസ്റ്റ് ബംഗാൾ പ്രധാനമായും റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. പിപ്ലി വർക്ക് നിറമുള്ള തുണിക്കഷ്ണങ്ങൾ ചേർത്ത് ആപ്ലിക് ചെയ്യുന്ന കലാരൂപമാണ്. രാജസ്ഥാനി എന്നാണ് വിവിധതരം അലങ്കാര സ്റ്റിച്ചുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഫ്രഞ്ച് നോട്ട്, ഹെറിംഗ് ബോൺ പ്രത്യേകമായിട്ടോ അല്ലെങ്കിൽ എന്നിവയുടെ പ്രത്യേക ബന്ധം ചിക്കൻകാരിയോടാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ചിക്കൻകാരിയാണ് വരുന്നത്. അപ്പം നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോർമലി 25 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാറുള്ളത്. മിനിമലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 50 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ത്രോട്ടിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വേഗം പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മളുടെ PDF ആവശ്യമുള്ളവർ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത വീഡിയോസ് മാക്സിമം എക്സാമിന് മുന്നേ തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.